ഒരു സന്ദർഭത്തിൻ്റെ വൈകാരികമായ ആകർഷണത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് മിക്കപ്പോഴും നമുക്ക് മികച്ച ചിത്രങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഒരു പക്ഷിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കാത്തിരുന്ന് അടുത്ത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരു അഡ്രിനാലിൻ തള്ളൽ. പിന്നെ സബ്ജക്റ്റിനെ മാത്രമേ നമ്മൾ കാണൂ. അതിൻ്റെ പശ്ചാത്തലമോ മറ്റു ഫോട്ടോഗ്രാഫി സാധ്യതകളോ ഒന്നും മനസ്സിൽ വരാത്ത ഒരു പെരുപ്പ് ദേഹം മുഴുവൻ ഉണ്ടാകും. ആ മൃഗത്തെ അല്ലെങ്കിൽ പക്ഷിയെ ഒരു വസ്തു മാത്രമായി കാണാൻ പറ്റുമ്പോൾ, അങ്ങനെ തോന്നാൻ മാത്രം നേരം അതിനോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ കണ്ടിട്ടുള്ള ഫ്രെയിമുകളെല്ലാം എടുത്തു കഴിയുമ്പോൾ മാത്രമാണ് പുതുമയുള്ള ഒരു ഫ്രെയിമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ. മിക്കപ്പോഴും കാട്ടിൽ അതിനും മാത്രം സാവകാശം കിട്ടാറുമില്ല. ഒരു വൈകാരികമായ ഡിറ്റാച്ച്മെൻറ്റ് എല്ലായിടത്തും നമുക്ക് പുതുമയുള്ള ചിത്രങ്ങൾ തരും. കലാപ്രകടനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നിടത്തും ഇത് പ്രസക്തമാണ്. നൃത്തത്തെ അതിലെ വൈകാരികമായ അനുഭവത്തെ മാറ്റിവെച്ച്, ഉടലഴകിൻ്റെയും മുദ്രകളുടെയും ഭാവത്തിൻ്റെയും പൂർണ്ണതയെ മാറ്റിവെച്ച്, വെളിച്ചത്തിൻ്റെയും നിറങ്ങളുടെയും രൂപങ്ങളുടെയും പ്രവാഹമായി സങ്കല്പിച്ച് നോക്കിയാലോ? അത്തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫി സീരീസാണ് ഇത്തവണ ഉടലുകൾ ഒഴുകുമ്പോൾ. എല്ലാവർക്കും പുതിയൊരു ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ആദ്യത്തിലാണ് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നിശാഗന്ധി നൃത്തോത്സവം നടക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നൃത്തപ്രതിഭകൾ ഭരതനാട്യവും കുച്ചിപ്പൊടിയും മോഹിനിയാട്ടവും ഒഡീസിയും കഥക്കും മണിപ്പൂരിയുമൊക്കെയായി ഇന്ത്യയുടെ നൃത്ത പാരമ്പര്യത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഒരാഴ്ച നീളുന്ന നിശാഗന്ധി നൃത്തോത്സവം. നൃത്തത്തെ സ്നേഹിക്കുന്നവർക്കും നൃത്തത്തിൽ ശാസ്ത്രീയ ശിക്ഷണം ലഭിച്ചവർക്കും കാഴ്ചയുടെ ഉത്സവമാണ് നിശാഗന്ധി. ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാർക്ക് അമിത നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായും സൗജന്യമായും ചിത്രമെടുക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള ഇടമാണ് നിശാഗന്ധി ഫെസ്റ്റ്. രണ്ടായിരത്തി 2014 ആദ്യമായി നിശാഗന്ധി ഫെസ്റ്റിന് പോകുന്നത്. ഫോട്ടോഗ്രാഫി പഠിക്കുന്നതേയുള്ളൂ. സദസ്സിലെ കസേരകൾക്കിടയിലുള്ള പടിയിൽ വെറും നിലത്തിരുന്നാണ് വെളിച്ചത്തെയും ചലനത്തെയും ഫോക്കസിനെയും വറുതിക്ക് നിർത്താനുള്ള അഭ്യാസങ്ങൾ തുടങ്ങുന്നത്. ഓരോ വർഷവും അതേ ഇരിപ്പ് ആവർത്തിച്ചു. ആദ്യകാലത്ത് എടുക്കുന്നതൊന്നും തൃപ്തി തന്നില്ല. ചിത്രങ്ങളൊന്നും മെനയാകുന്നില്ലല്ലോ എന്ന് പരിചയമുള്ള പത്രക്കാരനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അവരിടയ്ക്കൊക്കെ നിർത്തും, അപ്പോൾ മാത്രം എടുത്താൽ മതി. അത്തരം പൗസുകളിലെ പോസുകൾ മാത്രമായിരുന്നു വർഷങ്ങളായി അദ്ദേഹത്തിന് നൃത്തം. ഞാൻ ആദ്യമെടുത്ത ഒഡീസിയുടെ ചിത്രങ്ങൾ കണ്ട് സുഹൃത്ത് അമൽ പറഞ്ഞു, ഒരെണ്ണം പോലും നന്നായിട്ടില്ല. പിന്നെ പതിയെയാണ് ഹൃദയത്തെയും ഷട്ടറിനെയും കാലപ്രമാണത്തിനനുസരിച്ച് മിടിക്കാൻ, ഉടലിൻ്റെയും പാട്ടിൻ്റെയും താളത്തിനനുസരിച്ച് ഒഴുകാൻ ശീലിപ്പിച്ചത്. അംഗചലനത്തിൻ്റെയും മുദ്രകളുടെയും ഡിസിസീവ് ഇടങ്ങളെ സുഗമമായി പകർത്താൻ ശീലിച്ചത്. അപ്പോഴും നടനപൂർണതയുടെ നിമിഷത്തെ ക്ഷേത്രച്ചുവരിലെ ശിലയിൽ എന്ന പോലെ ചിത്രത്തിൽ കൊത്തിവയ്ക്കാനായാൽ എനിക്ക് തൃപ്തിയാകുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ചലനവും വെളിച്ചവും ചേർന്നുണ്ടാകുന്ന ഇത്തരം ജ്യോമിതീയ രൂപങ്ങളെ, അംഗചലനങ്ങളുടെ താളാത്മകമായ ഒഴുക്കിനെ, ഉടലൊഴുക്ക് മെനയുന്ന ഇത്തരം അബ്സ്ട്രാക്റ്റുകളെ, ആഹാര്യ ശോഭയും വെളിച്ചവും ചേർന്നു വരയ്ക്കുന്ന എണ്ണച്ചായ രൂപങ്ങളെ കൂടി പകർത്താൻ തുടങ്ങുന്നത്.
നൃത്തത്തെ ഇങ്ങനെ ചലനത്തിൻ്റെ അനുസ്യൂതിയാക്കി മാറ്റാൻ തുടങ്ങുന്നത്. പരിണാമത്തിൽ എവിടെയോ വച്ച് സവിശേഷമായി രൂപപ്പെട്ടതാണ് മനുഷ്യൻ്റെ കാഴ്ച. ഒരുപക്ഷെ മറ്റൊരു ജീവിവംശവും നാം കാണുന്ന വിധത്തിലല്ല ലോകത്തെ കാണുന്നത്. നമ്മുടെ കാഴ്ച വേഗമല്ല അവർക്ക്, നമ്മുടെ നിറങ്ങളല്ല അവരുടേത്. നിശ്ചിത വേഗത്തിനു മുകളിലും നിശ്ചിത വേഗത്തിന് കീഴെയുമായി കൃത്യമായ പരിധിക്കുള്ളിലാണ് മനുഷ്യൻ്റെ കാഴ്ച രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കലാദർശനങ്ങളുടെ, വിശേഷിച്ച് ദൃശ്യകലകളുടെ അടിസ്ഥാന സങ്കല്പങ്ങൾ ഈ കാഴ്ച സാധ്യത അല്ലെങ്കിൽ പരിമിതികൾക്കുള്ളിലാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. കാഴ്ചയുടെ പരിമിതികളെ മറികടന്നും സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയുമാണ് ഫോട്ടോഗ്രാഫി എന്ന കലാവസ്തുവിൻ്റെ വളർച്ച. വസ്തുവിൻ്റെ സ്വാഭാവിക വേഗത്തെ പകർത്തുമ്പോൾ ക്യാമറയുടെ ഷട്ടർ സ്പീഡിൽ വരുത്തുന്ന ഏറ്റക്കുറച്ചിലുകളിലൂടെ ചിത്രത്തിലുണ്ടാക്കുന്ന സർപ്രൈസ് എലമെന്റ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. മനുഷ്യചലനങ്ങളുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ രൂപമാണ് നൃത്തം. മെയ്യും കരചരണങ്ങളും മുഖരാഗങ്ങളും സംഗീതവും ഒക്കെ സവിശേഷമായ അനുപാതങ്ങളിൽ സംഗമിക്കുന്ന അലൗകികമായ ഒരു വ്യവഹാര ലോകമാണ് നൃത്തം. നൃത്തവുമായി പൂർണ്ണമായി ഇണങ്ങുമ്പോൾ നർത്തകി സ്വയം നൃത്തമായി തന്നെ മാറുന്നു. രൂപവും നിറവും വേഗവും പാകവും ചേർന്ന് കണ്ണുകൾക്ക് ഇമ്പമുണ്ടാകുന്നു. ആ ഇമ്പത്തെ ശില്പത്തിലെന്ന പോലെ ഫോട്ടോഗ്രാഫർ ഫ്രീസ് ചെയ്യുന്നു. കണ്ടു ശീലിച്ച ആ ഇമ്പത്തെ ഒന്ന് മാറ്റി നോക്കാനുള്ള പരിശ്രമമാണ് ഈ ചിത്രങ്ങളിലുള്ളത്. വേഗത്തെ കുറച്ച്, ചിലപ്പോൾ ക്യാമറ ബോധപൂർവം ചലിപ്പിച്ച്, ചിലപ്പോൾ മൾട്ടിപ്പിൾ എക്സ്പോഷറുകൾ സൃഷ്ടിച്ച്, ചിലപ്പോൾ നിറങ്ങളെ ഒഴിവാക്കി ഒക്കെ കാഴ്ചയെ അസാധാരണമാക്കുന്നു, കാഴ്ചയെ വ്യാഖ്യാനിക്കുന്നു. ഒട്ടും പുതിയതായ ഒരു ഫോട്ടോഗ്രാഫി സങ്കേതമല്ല ഇത്. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. 1826 ചരിത്രത്തിലെ ആദ്യ ഫോട്ടോഗ്രാഫ് തന്നെ 8 മണിക്കൂർ എക്സ്പോഷറിലെടുത്തതാണ്. വളരെ പഴയ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വളരെ നേരം മുഖത്തിൻ്റെ പേശികൾ അനങ്ങാതെ, തല ചരിക്കാതെ പിടിച്ചിരുന്നതിൻ്റെ വിമ്മിട്ടം ആ മുഖങ്ങളിൽ കാണാം. ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫറായ ആന്റൺ ബ്രൊഗാഗ്ലിയയാണ് ഫോട്ടോ ഡൈനാമിസം എന്ന ശൈലിയിലൂടെ മോഷൻ ബ്ലറിനെ സർഗാത്മകമായി ആദ്യമായി ഉപയോഗിച്ചത്. ശരീരചലനങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹവും തൻ്റെ സൃഷ്ടികൾക്ക് ഉപയോഗിച്ചത്. അവിടെ നിങ്ങോട്ട് മിക്കവാറും എല്ലാ ഫോട്ടോഗ്രാഫി ശാഖകളും മോഷൻ ബ്ലറിനെ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. പതിവ് കാഴ്ചശീലങ്ങളിൽ തറഞ്ഞു പോകാതിരിക്കാൻ കലാകാരന്മാരുടെ ഒരു സ്വയം കുതറലാണ് പലപ്പോഴും സ്ലോ ഷട്ടർ പരീക്ഷണങ്ങൾ. സാങ്കേതിക സൗകര്യങ്ങളുടെ പുതിയ കാലത്ത് ചിത്രത്തെ ഫ്രീസ് ചെയ്യുന്നതിനേക്കാൾ ബ്ലർ ചെയ്യാനാണ് കൂടുതൽ അധ്വാനം വേണ്ടത്. ക്യാമറ കൊണ്ട് നടനപൂർണതയുടെ ശില്പങ്ങൾ പണിയുന്ന ഫോട്ടോഗ്രാഫി രീതിയിൽ നിന്ന് മാറിക്കാണാനുള്ള ഒരു പരിശ്രമമാണ് ഈ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾക്ക് വിഷയമായ പ്രതിഭാധനരായ നൃത്ത പ്രതിഭകളോട് ഒത്തിരി കടപ്പാട്. ചില ചിത്രങ്ങൾ
സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും കേരളീയം പരിപാടിയിലും നിന്ന് പകർത്തിയതാണ്. ഉടലുകൾ ഒഴുകുമ്പോൾ എന്ന ഈ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി ചേർക്കുക. പുതിയ ഒരു വിഷയവുമായി വീണ്ടും കാണും വരേക്കും വിടാം. സ്നേഹത്തോടെ, രാജീവ് മണ്ണയം.